ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി സ്പെഷ്യൽ മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേയേറെ വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീൻസ് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പച്ച നിറത്തിലുള്ള പയറും പിന്നീട് ആഡ് ചെയ്യുന്നത് ചുമന്ന നിറത്തിലുള്ള പയറുമാണ് കേട്ടോ. ചുമപ്പല്ല, ഒരു വയലറ്റ്, ഡാർക്ക് വയലറ്റ് പോലെയുള്ള ഒരു പയറാണ്. പയർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്ത് തീയ് ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എക്സ്ട്രാ വാട്ടർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓൾറെഡി നമ്മൾ വെജിറ്റബിൾസ് കഴുകി വാരി എടുക്കുമ്പോൾ ഉള്ള വെള്ളം അതിലുണ്ടാകും. അപ്പോൾ വെന്ത് കിട്ടിയ ശേഷം അത് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള മെഴുക്ക് വരട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.